എസ് കെ, നമുക്കറിയാം ഈ ലൈംഗിക ആരോപണങ്ങൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ എത്തുമ്പോൾ രാഹുലിനെ പിടിച്ചുലച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ വ്യാജ തിരിച്ചറിയൽ രേഖ വിവാദം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി വ്യാജ തിരിച്ചറിയൽ രേഖ അത് ഉണ്ടാക്കി, അത് വെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ടു, തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നൊക്കെയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം മ്യൂസിയം പോലീസും പിന്നീട് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റും അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. ഈ കേസിലെ മൂന്നാം പ്രതിയും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സുഹൃത്തുമായിരുന്ന അഭിനന്ദ് വിക്രം, അദ്ദേഹത്തിന്റെ ഫോൺ രേഖകൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് പോലീസ് റിട്രീവ് ചെയ്തെടുത്തിരുന്നു. ആ ഫോൺ രേഖയിൽ പലയിടത്തും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് ജവഹർ നഗർ യൂണിറ്റ് ഡിവൈഎസ്പി ആയിട്ടുള്ള സജീവനാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്ന അഭിനന്ദ് വിക്രമൻ, രഞ്ജു ഫെനി നയനാൻ, ബിനിൽ ബിനു, വികാസ് കൃഷ്ണ, ജയ്സൺ എന്നിവരാണ് കേസിലെ പ്രതികൾ. നേരത്തെ ചില ഫോറൻസിക് പരിശോധനകൾ നടത്തിയപ്പോൾ രാജ്യദ്രോഹ കുറ്റമടക്കം വരാൻ തരത്തിലുള്ള ചില കൃത്രിമത്വങ്ങൾ ഈ പ്രതികൾ കാണിച്ചു എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഏതായാലും അതിന്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ കൂടി ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്.